നെക്സ്റ്റ് ഗിനി ഇംപ്യൂരിറ്റി. ഇപ്പൊ ഗിനി ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അനദർ വേ ടു മെഷർ പ്യൂരിറ്റി. ഗിനി ഇംപ്യൂരിറ്റി എൻട്രോപ്പി മെഷർ ചെയ്യുന്നതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് നമുക്ക് പറയാം. എത്ര പ്യുവർ ആണ് ഒരു ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിനി ഇംപ്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഐഡിയ എന്ന് പറയുന്നത് എൻട്രോപ്പിയെ പോലെ തന്നെയാണ്, എൻട്രോപ്പിക്ക് സിമിലർ ആണ്. അപ്പൊ ഗിനി ഇംപ്യൂരിറ്റി 0 മീൻസ് ഗ്രൂപ്പ് ഈസ് പെർഫെക്റ്റ്ലി പ്യുവർ, ഓൺലി വൺ ക്ലാസ്. അതായത് സിമിലർ എലമെന്റ്സ്, അതായത് പ്യുവർ ഗ്രൂപ്പ് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം. വൈൽ ഒരു ഹയർ ഗിനി ഇംപ്യൂരിറ്റി മീൻസ് മിക്സപ്പ് ഗ്രൂപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രൂപ്പ് മിക്സ്ഡ് ആണ്, അതായത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഗിനി ഇംപ്യൂരിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് G is equal to 1 minus sigma I equal to 1 to n. Pi means probability of each class in the group. For example പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട്, അതിൽ 70% കാറ്റും 30% ഡോഗും ആണെങ്കിൽ ഗിനി ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് ഈ ഓരോ ക്ലാസ്സിൻ്റെയും പ്രൊബബിലിറ്റിയുടെ സമ്മം 0.72. 70% or 72% ഉണ്ടെങ്കിൽ അത് 0.72 പ്ലസ് 0.3 ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഫൈനൽ ആൻസർ 0.42 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഡിസിഷൻ ട്രീ അൽഗോരിതം എൻട്രോപ്പി അല്ലെങ്കിൽ ഗിനി ഇംപ്യൂരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ബെസ്റ്റ് സ്പ്ലിറ്റ്, ഈ സ്റ്റെപ്പിൽ ബെസ്റ്റ് സ്പ്ലിറ്റ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഗിനി ഇംപ്യൂരിറ്റിയും എൻട്രോപ്പിയും നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഇതെല്ലാം ഇന്റേണലി നടക്കുന്നുണ്ട്. ഓക്കെ.